വെങ്ങോല പഞ്ചായത്തും തുരുത്തുപള്ളി ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. തുരുത്തുപള്ളി സെന്റ് മേരീസ് ചർച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ യോഗ പ്രദർശനവും നടന്നു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തുരുത്തുപള്ളി സെന്റ് മേരീസ് ചർച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടികൾക്ക് സിനി രാജേഷിന്റെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി അംഗങ്ങളാണ് പങ്കെടുത്തത്. യോഗ ട്രെയിനർ രാജീവ് മുദ്രക്കാടിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. ശാരീരിക മാനസിക ആരോഗ്യത്തിനും സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കി മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാനും ഉത്തമമാണ് യോഗ. ഒരു ഭൂമിക്ക് യോഗ, ഒരു ആരോഗ്യം എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിന പ്രമേയം. സമഗ്രമായ ക്ഷേമവും പരിസ്ഥിതി ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഡോക്ടർ വിദ്യ ബി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീദ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി എൽദോസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണമാണ് ഇന്ന് വെങ്ങോല പഞ്ചായത്തിൽ നടക്കുന്നത്. വെങ്ങോല പഞ്ചായത്തും ആയുർവേദ ഹോസ്പിറ്റലും ചേർന്ന് നടത്തുന്ന യോഗാ ദിനാചരണത്തിൽ ആദ്യകാലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ 1-2 വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ യോഗ ഇന്ന് പഞ്ചായത്ത് തലത്തിൽ എല്ലാ വാർഡുകളിലും യോഗ നടത്താൻ പരിശീലിക്കാൻ അവിടുത്തെ യോഗ മാസ്റ്റർ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളിലേക്കും യോഗ അഭ്യാസം എത്തിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യവും. അടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളിലും യോഗ പരിശീലനം നടത്താനുള്ള നടപടിയായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യവും മനസ്സമാധാനവുമാണ്. ലോകത്തിലെ മനുഷ്യർ ഏത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ചിന്തകളെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ യോഗ പരിശീലനം കൊണ്ട് ആവും. മനുഷ്യൻ്റെ ആരോഗ്യവും സമ്പത്തും ഇനിയുള്ള കാലങ്ങളിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസിക സമ്മർദ്ദത്തിലേറുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ട് മാനസികമായിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ യോഗ ക്ലാസ്സുകൾക്ക് സാധിക്കും. പഞ്ചായത്ത് തലത്തിൽ അത് ഏകീകരിച്ച് എല്ലാ വാർഡുകളും എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. തുരുത്തുപള്ളി ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ച NABH പുരസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഡോക്ടർ വിദ്യ ഏറ്റുവാങ്ങി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ റഹീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി രാജേഷ്, സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ എൽദോസ്, സെന്റ് മേരീസ് സ്കൂൾ മാനേജർ എൽദോസ് PJ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സൂസി ജോർജ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.